നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലൈ നയിച്ച എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയുടെ സമാപന സമ്മേളനം കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പല്ലടത്ത് ഫെബ്രുവരി 27 നടന്നപ്പോൾ ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. കൊങ്കുനാട്ടിൽ ബി.ജെ.പി സംഘടിപ്പിച്ച ഏറ്റവും വലിയ ഒരു റാലി കൂടിയായിരുന്നു അത്. 20 ദിവസത്തിന് ശേഷം മാർച്ച് 18 മോദി വീണ്ടും കോയമ്പത്തൂരിലെത്തുന്നു. ഒരു വലിയ റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കപ്പെടുന്നു. ഇപ്പോഴിതാ വീണ്ടും നരേന്ദ്രമോദി കോയമ്പത്തൂരിലേക്ക് എത്തുകയാണ്. അണ്ണാമലയ്ക്കും അതുപോലെ തന്നെ നീലഗിരിയിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി എൽ മുരുകനും വേണ്ടി കോയമ്പത്തൂർ ജില്ലയിലെ കാരിമടയിൽ ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന പ്രചരണ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. 43 ദിവസത്തിനിടെ 3ാം തവണയാണ് നരേന്ദ്രമോദി കോയമ്പത്തൂരിലെത്തുന്നത്. തീർച്ചയായും ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. 2014 ഇതിന് സമാനമായി തന്നെ ശക്തമായ ഒരു ത്രികോണ മത്സരം ഇവിടെ ബി.ജെ.പി പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ന് അണ്ണാ DMKക്ക് തൊട്ട് പിന്നിലായി 3.89 ലക്ഷം വോട്ട് നേടി 2ാം സ്ഥാനത്ത് എത്തിയതിന്റെ വലിയ ആത്മവിശ്വാസമാണ് ബി.ജെ.പിയെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. CPMന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്ന കോയമ്പത്തൂർ DMK ഏറ്റെടുത്തത് തന്നെ അണ്ണാമലയ്ക്ക് അവിടെയുള്ള വിജയ സാധ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. 100 വാർഡുകളുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ 2ാമത്തെ കോർപ്പറേഷനായ കോയമ്പത്തൂരിൽ 97 സീറ്റിലും വിജയിച്ചതിന്റെ ആത്മവിശ്വാസം കൂടി DMKക്ക് ഉണ്ട് എന്ന് പറയാതെ വയ്യ. എന്തായാലും ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും ഇതുവരെയും ദ്രാവിഡ രാഷ്ട്രീയത്തെ തകർത്തുകൊണ്ട് തമിഴ്നാട്ടിൽ പച്ചപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലായിരുന്നു ബി.ജെ.പി കൊങ്കുനാട് എന്നുള്ള ആയുധം പുറത്തെടുക്കുന്നത്. കൃഷ്ണഗിരി, ധർമ്മപുരി, സേലം, നാമക്കൽ, ഈറോഡ്, തിരുപ്പൂർ, നീലഗിരി, കോയമ്പത്തൂർ, പൊള്ളാച്ചി, ദിണ്ടിഗൽ, കരൂർ എന്നിവയാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്ന മേഖലയിലെ 11 സീറ്റുകൾ. കോയമ്പത്തൂരിന്റെ ഭാഗമായ പൊള്ളാച്ചി ഒഴികെ ബാക്കിയെല്ലാം ഓരോ ജില്ലകൾ തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരമ്പരാഗതമായി ഇവിടെ മേൽക്കൈയുള്ളത് DMKക്കല്ല, മറിച്ച് AIADMKക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMK പിടിച്ചു നിർത്തിയത് പോലും ഈ കൊങ്കുനാട് പ്രദേശമായിരുന്നു. ഈ മേഖലയിൽ മാത്രമാണ് AIADMKക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. കോയമ്പത്തൂർ ജില്ലയിൽ 10ൽ 10 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ NDA സഖ്യത്തിന് അന്ന് സാധിക്കുകയും ചെയ്തിരുന്നു. അന്ന് DMKക്ക് അവിടെ ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോയമ്പത്തൂരിലെ സൗത്തിൽ നിന്നും ബി.ജെ.പിയുടെ വാനത്തി ശ്രീനിവാസനായിരുന്നു ബി.ജെ.പിയുടെ അക്കൗണ്ടിലേക്ക് അന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. എന്തായാലും കോയമ്പത്തൂരിൽ നിന്നും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലൈ വിജയിച്ചു കയറുകയാണെങ്കിൽ തമിഴകത്തിന്റെ രാഷ്ട്രീയ തലവര തന്നെ ബി.ജെ.പി മാറ്റി എഴുതും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ അമ്മ പടുത്തുയർത്തിയ AIADMK എന്ന പാർട്ടി തന്നെ ഒരുപക്ഷെ ഇല്ലാതായേക്കാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.